മക്കളെ, ഈ വർഷത്തെ GNM അഥവാ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അല്ലെങ്കിൽ ANM ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് പറയുന്ന രണ്ട് കോഴ്സുകൾക്ക് GNM ആൻഡ് ANM കോഴ്സുകൾക്ക് 2025 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് സാധാരണ LBS വഴി അപ്ലൈ ചെയ്ത് BSc നേഴ്സിംഗ് കിട്ടാത്ത കുട്ടികൾ, സാധാരണഗതിയിൽ BSc നേഴ്സിംഗ് ഒരു ഡിഗ്രി അല്ലെങ്കിൽ BSc കോഴ്സാണ്. ഇത് ഡിപ്ലോമ കോഴ്സാണ്. 3 വർഷത്തെ കോഴ്സാണ് GNM, 2 വർഷത്തേതാണ് ANM. അപ്പൊ ഇത് ഒരു ഡിപ്ലോമ കോഴ്സാണ്. അപ്പൊ BSc നേഴ്സിംഗ് കിട്ടാത്തൊരു കുട്ടിക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് GNM. അത് കിട്ടിയില്ലെങ്കിൽ ANM അപ്ലൈ ചെയ്യാം. നേഴ്സിംഗ് ആണ്, ഡിപ്ലോമ കോഴ്സാണ്, BSc നേഴ്സിംഗിന്റെ താഴെയാണ് ഇതിന്റെ ലെവൽ നോക്കുക. ഓക്കെ, ഇതാണ് കോഴ്സ്. അപ്പൊ ഇതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കേരളൈറ്റ് ആയിരിക്കുന്ന കുട്ടിക്കും നോൺ കേരളൈറ്റ് കുട്ടിക്കും അപേക്ഷിക്കാം. കേരളൈറ്റ് കുട്ടികൾക്കാണ് സാധാരണഗതിയിൽ കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടാവുക, ഫീസ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുക. കേരളൈറ്റിനാണ്. നോൺ കേരളൈറ്റിന് അതുണ്ടാവില്ല. ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം August 5 തുടങ്ങി August 20 വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. അത് LBS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന്റെ എലിജിബിലിറ്റി നോക്കുക. December 31, 2025 17 വയസ്സ് തികയുന്നുണ്ടാവണം. അതേപോലെ അക്കാഡമിക് എലിജിബിലിറ്റി നോക്കിയാൽ GNM-ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും ഇംഗ്ലീഷും ചേർത്ത് 40% മാർക്ക് ഉണ്ടാവണം. SC/BC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് 35% മാർക്ക് ഉണ്ടായാൽ മതി. SC/ST കാൻഡിഡേറ്റിന് പാസ് മാർക്ക് ഉണ്ടായാൽ മതി അപേക്ഷിക്കാൻ. ഇനി ANM ആണെങ്കിൽ +2 പാസ്സായാൽ മതി. +2 പാസ്സായാൽ മതി. മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്ന് കൂടി ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അക്കാഡമിക് എലിജിബിലിറ്റി. ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ മാത്രമാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം LBS-ൽ വന്നതുപോലെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നിലവിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ മാത്രം റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ. ഇതിന് സെപ്പറേറ്റ് എൻട്രൻസ് ഒന്നുമില്ല. നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്കിന്റെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ്. അതായത് LBS-ൽ നമ്മൾ BSc നേഴ്സിംഗിന് ചെയ്തതുപോലെ ഹയർ സെക്കൻഡറി മാർക്ക് വെച്ചിട്ട് ഇൻഡെക്സ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അഡ്മിഷൻ നടക്കുക. അപ്പോഴാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അതിന്റെ പ്രൊസീജിയർ നോക്കുക. lbscenter.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. ഈ സൈറ്റിൽ കയറിയിട്ട് വേരിയസ് അലോട്ട്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. LBS-ന്റെ സൈറ്റിൽ കയറി, അതായത് നിങ്ങൾ നേഴ്സിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ കയറി ആ സൈറ്റിൽ തന്നെ കയറുക. വേരിയസ് അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ ടു GNM ആൻഡ് ANM 2025 എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ വിൻഡോയിലേക്ക് പോകും. അപ്പൊ രജിസ്ട്രേഷനിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ പേര്, ഡീറ്റെയിൽ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ബേസിക് ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾ ഫീ പേയ്മെന്റിലേക്ക് പോകും. ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ID കിട്ടും. ഈ രജിസ്ട്രേഷൻ ID സൂക്ഷിച്ചു വെക്കണം. ഇനി രജിസ്ട്രേഷൻ ID കിട്ടിയതിന് ശേഷം ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കണം. ക്ലെയിമിനുള്ള ഡോക്യുമെന്റ് കൊടുക്കണം. നിങ്ങളുടെ ഫോട്ടോ കൂടെ സ്കാൻ ഇമേജ് ഉണ്ടാവണം. മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഡോക്യുമെന്റ് ഉണ്ട്. ഡോക്യുമെന്റ് ഏതാണെന്ന് ഞാൻ പിന്നാലെ പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഓവർവ്യൂ പറയുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയാൽ ഒരു ഡിക്ലറേഷൻ കോളം ഉണ്ടാവും. അത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് കിട്ടും. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കണം. ഇത് നിർബന്ധമാണ്. അതിനുശേഷം എന്ത് ചെയ്യുക? പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ടതില്ല. ഓഫ്ലൈനിൽ നിങ്ങൾ ഒരു സാധനം അയക്കേണ്ടതില്ല, ഓൺലൈനിൽ മാത്രമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഒരു സാധനവും അയക്കേണ്ടതില്ല. ഇനി ഒരു കുട്ടിക്ക് GNM ANM രണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ ഓൺലി 1 ആപ്ലിക്കേഷൻ ഫോർ ബോത്ത്, ഒറ്റ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അതിനുവേണ്ടി സെപ്പറേറ്റ് കൊടുക്കണ്ട. ഇനി അതിന്റെ ഫീസ് ഡീറ്റെയിൽ നോക്കുക. ഒരു കുട്ടിക്ക് GNM മാത്രം അപ്ലൈ ചെയ്യാനാണെങ്കിൽ 400 രൂപ മതി. എന്നാൽ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 200 രൂപ അടച്ചാൽ മതി. ഇനി ANM കോഴ്സിന് അപ്ലൈ ചെയ്യാനാണെങ്കിൽ 300 രൂപ അടച്ചാൽ മതി. SC/ST കുട്ടിയാണെങ്കിൽ 150 രൂപ അടച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് GNM ANM രണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ 600 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. SC/ST കുട്ടി 300 രൂപ അടച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അടയ്ക്കാം, ചലാൻ ത്രൂ അടയ്ക്കാം. ഇതാണ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ. ഇനിയിപ്പോൾ അതിൽ എത്ര സീറ്റ് ഉണ്ട്, അതേപോലെ ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കാം. അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഏതാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ആദ്യം ഡോക്യുമെന്റ് കൂടാതെ ഒരു വാലിഡ് ഇമെയിൽ ഉണ്ടാവണം, മൊബൈൽ നമ്പർ ഉണ്ടാവണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാലിഡ് ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടാവണം. ഇത് പിന്നീട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളെ മാറ്റാൻ സമ്മതിക്കില്ല. ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാലിഡ് ആയിരിക്കും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടാവണം. ഇതുകൂടാതെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ടാവണം. രണ്ടും JPEG ഫോർമാറ്റിലായിരിക്കണം. സ്കാൻ ചെയ്ത് ക്ലിയർ ആയിരിക്കണം അപ്ലോഡ് ചെയ്യണം. പിന്നെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ. ഈ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ SSLC ഉപയോഗിക്കാം. SSLC-യിൽ നേറ്റിവിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം.
അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഇതിലൊന്നും പ്രശ്നമില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വാങ്ങിക്കൊടുക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഏതെങ്കിലും ഒന്ന് മതി. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറഞ്ഞ പോലെ SSLC ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത് രണ്ട് സ്ഥലത്തും ഉപയോഗിക്കാം, പ്രശ്നങ്ങളില്ല. പിന്നെ റിസർവേഷൻ ആണ്. നിങ്ങൾക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ EWS ഉണ്ടെങ്കിൽ, NCL ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്യണം. EWS 2024-25 സാമ്പത്തിക വർഷത്തേതായിരിക്കണം. 2024-25 EWS ആയിരിക്കണം. അതേപോലെ NCL വില്ലേജിൽ നിന്ന് എടുത്തായിരിക്കണം. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള റിസർവേഷൻ ഡോക്യുമെന്റ് കയ്യിലുണ്ടാവണം. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ബാധകം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വില്ലേജിൽ നിന്നാണ് എടുക്കേണ്ടത്, താലൂക്കിലേതല്ല, വില്ലേജിലേതാണ്. സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലേതായിരിക്കണം. സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിൽ വില്ലേജിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ് ആയിരിക്കണം NCL ഒക്കെ. ഇനി ഫീസ് ആനുകൂല്യം അറിയിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വാങ്ങിക്കൊടുക്കാം. ഇതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വില്ലേജിൽ. അത് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ് അല്ലെങ്കിൽ NCL ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻകം കൊടുക്കേണ്ടതില്ല. നേരെ തിരിച്ച് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇനി മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. ഇപ്പൊ CBSE പോലുള്ള +2 മാത്രം എക്സാം നടത്തുന്നവരാണെങ്കിൽ +2 മാത്രം മാർക്ക് ലിസ്റ്റ് മതി. എന്നാൽ നേരെ തിരിച്ച് സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചവരാണെങ്കിൽ +1-ന്റെയും +2-ന്റെയും മാർക്ക് ലിസ്റ്റ് ഉണ്ടാവണം. മാർക്ക് നിങ്ങൾ എൻട്രി ചെയ്യുകയും വേണം. റൈറ്റ്. ഇനി GNMന്റെ പ്രത്യേകത നോക്കുക. GNM ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സും 6 മാസത്തെ ഇന്റേൺഷിപ്പുമാണ്. ഈ GNMന് ടോട്ടൽ 15 കോളേജിൽ, കേരളത്തിൽ 15 കോളേജിലായിട്ട് 485 സീറ്റാണ്. ആകെ സീറ്റ് 485, ഇതിൽ റിസർവേഷൻ ഒക്കെ പോകും. ഓക്കെ. ANMന് 4 കോളേജിലായിട്ട് 120 സീറ്റാണ്. ANM സംസ്ഥാനത്ത് 4 കോളേജിലായിട്ട് 120 സീറ്റും GNM 15 കോളേജിലായിട്ട് 485 സീറ്റുമാണ്. ANMന് 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. മറ്റേത് 3 വർഷത്തെ ഡിപ്ലോമയും 6 മാസത്തെ ഇന്റേൺഷിപ്പും ആണെങ്കിൽ ഇത് 2 വർഷമാണ്. റൈറ്റ്. ഇനി റിസർവേഷൻ നോക്കാം. റിസർവേഷൻ സ്റ്റേറ്റ് മെറിറ്റിന് 50%, ആർക്കും അപേക്ഷിക്കാവുന്ന 50%. ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഒരു 9%, മുസ്ലിം കാറ്റഗറിക്ക് ഒരു 8% സീറ്റ്, ബാക്ക്വേർഡ് ഹിന്ദു ഒരു 3%, ലാറ്റിൻ ഒരു 3%, ധീവര കാറ്റഗറി ഒരു 2%, വിശ്വകർമ്മ ഒരു 2%, കുശവൻ കാറ്റഗറി 1% സീറ്റ്, കുടുംബി കാറ്റഗറി 1% സീറ്റ്, അതുപോലെ SC/ST കാൻഡിഡേറ്റ് 8% സീറ്റ്, ST കാൻഡിഡേറ്റ് 2% സീറ്റ്, അതുപോലെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണെങ്കിലും 1% സീറ്റ്. ഇതാണ് റിസർവേഷന്റെ ഒരു ക്രൈറ്റീരിയ. അതേപോലെ ഇതിന്റെ കൂടെ ഈ റിസർവേഷൻ കൂടാതെ, ഇത് മാൻഡേറ്ററി റിസർവേഷൻ, ഇത് കൂടാതെ NCC കോട്ടയുണ്ട്, സ്പോർട്സ് കോട്ടയുണ്ട്, ഡിഫൻസ് കോട്ടയുണ്ട്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കുള്ള കോട്ടയുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ബാധകമായിരിക്കുന്നവർ അതിന്റെ ഡോക്യുമെന്റ് അതിലൂടെ കൊടുക്കുക. പിന്നെ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ NCC ഒക്കെ ആണെങ്കിൽ നിങ്ങൾ NCCയുടെ ഓഫീസിലേക്ക് ഇത് അയച്ച് അതിന്റെ മാർക്ക് പിന്നീട് LBSലേക്ക് അയക്കുക. അങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണോ ബാധകം അത് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിയേക്കാം. ഇപ്പൊ ഞാൻ ആ GNM ANMന് വേണ്ടി അപേക്ഷിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു വളരെ പെട്ടെന്നൊരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് താല്പര്യമാണെങ്കിൽ ഇതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അതിൽ നിങ്ങൾക്ക് ബാധകമായ ഏതാണോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EWS ഉള്ള കുട്ടിയാണെങ്കിൽ EWS, NCL, ഞാൻ ഇതെല്ലാം കൂടെ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ ബാധകം അതിൽ നിന്ന് ചൂസ് ചെയ്യുക. എല്ലാവർക്കും അല്ലെങ്കിൽ ഒരാൾക്ക് ഇതെല്ലാം ബാധകമല്ല. റൈറ്റ്. അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി ഇതിൽ ഞാൻ പറയാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞതിൽ എക്സ്പ്ലനേഷൻ വേണ്ട ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ എന്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് എത്താം. പിന്നീട് വാട്സപ്പ് വഴി, കോളിലല്ല, ത്രൂ വാട്സപ്പ് നിങ്ങൾക്ക് ഞാൻ എന്റെ റിപ്ലൈ എത്തിച്ചു തരാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.